ഇന്നേ കൊടുങ്ങല്ലൂരിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നായ അഴീക്കോട് ബീച്ച് ഫെസ്റ്റ് കാണാൻ പോയ കഥയാണ്. കയറി ചെല്ലുമ്പോഴേ ആദ്യം കണ്ണിലുടയ്ക്കുന്നത് ഈ വലിയ കോട്ടയുടെ മാതൃകയിലുള്ള സ്റ്റോളാണ്. മുച്ചിരി ഫെസ്റ്റ് ഇതാണ് എൻ്റെ പേര്. എൻട്രി ഫീ ഒന്നുമില്ല. ഇവിടുത്തെ ഒരുപാട് കലാകാരന്മാരുടെ ആർട്ടിസ്റ്റിക് വർക്ക്സ് എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു നല്ല ഉദ്യമമാണ് കേട്ടോ. അതായത് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒപ്പം തന്നെ കുറച്ചുകൂടി നമ്മൾ നോളജബിൾ ആവുന്നുള്ളത് കൂടിയുണ്ട്. ഇങ്ങനത്തെ മേളകൾക്കൊക്കെ പോകുമ്പോഴേ കണ്ണ് നിറയെ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് ഹൃദയത്തിലോട്ട് ഇങ്ങനെ നിറയ്ക്കുക എന്നുള്ളതാണ്. മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ കൈ നിറയെ സാധനങ്ങളുണ്ടാവും, അതൊക്കെ പിടിച്ചുള്ള നടത്തമാണ്. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ മേടിച്ച് കൂട്ടുന്നതിനേക്കാളും ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്ന ഭക്ഷണത്തിൻ്റെയും അത്തറിൻ്റെയും മനുഷ്യരുടെയും ഒക്കെ സുഗന്ധങ്ങളിങ്ങനെ മൂക്കിലോട്ടിങ്ങനെ വലിച്ച് കയറ്റി കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് എൻ്റെ കുട്ടികൾ കുറേ ഭക്ഷണ സാധനങ്ങളിലോട്ടൊക്കെ നമ്മളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നത്. ഞങ്ങൾ ആദ്യം കഴിച്ചു തുടങ്ങിയത് പാനിപ്പൂരിയാണ്. അതെപ്പോഴും അങ്ങനെയാണ്. ഇങ്ങനത്തെ ഭക്ഷണം കാണുമ്പോൾ ഒരു ടെൻഡൻസി വരും. ഇങ്ങനെ പോകുമ്പോഴാണല്ലോ നമ്മൾ എൻജോയ് ചെയ്തതൊക്കെ കഴിക്കുന്നത്. ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം ഈ വഞ്ചിയിൽ കയറിയിട്ടോ. ആദ്യം നല്ല ചിരിച്ചിട്ടുള്ള മുഖഭാവമൊക്കെ ആയിരുന്നു. അവസാനത്തെ മുഖഭാവം വീഡിയോ എടുക്കാനുള്ള ത്രാണി ഉണ്ടായില്ല. നിലവിളി ശബ്ദമിടൂ എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വഞ്ചി കയറിയിട്ടുള്ള ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഓപ്പൺ സ്റ്റേജിൻ്റെ അവിടെ പോയി കുറച്ച് നേരം പാട്ട് കേൾക്കാന്നുള്ള തീരുമാനമായി. എന്ത് ഭംഗിയായിട്ടാണല്ലേ ആ കുട്ടി പാടുന്നത്. ബീച്ച് ഫെസ്റ്റിന് വന്നിട്ട് ബീച്ച് കണ്ടില്ലെങ്കിൽ ഒരു വിഷമമല്ലേ. രാത്രിയാണെങ്കിലും ഞങ്ങൾ ബീച്ചിലോട്ടൊന്ന് ഇറങ്ങി കാലൊക്കെ നനച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മോൾക്ക് കുറച്ച് പൈസ കളയാനുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹം വന്ന്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വീണ്ടും ഞങ്ങളിത് ഭക്ഷണത്തിലോട്ട് കിടക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ ഡിന്നർ ഇവിടെ നിന്നാക്കാം എന്ന് തീരുമാനമായി. അങ്ങനെ എല്ലാവരും കൂടിയിരുന്ന് കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ച് ഷെയർ ചെയ്ത് സന്തോഷത്തോടെ കഴിച്ച് ഇങ്ങനെ ഇറങ്ങി അവിടുന്ന്. അങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഉപ്പിലിട്ടത് കഴിക്കണം എന്നുള്ളതൊരു നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഉപ്പിലിട്ടതൊക്കെ വാങ്ങിച്ച് അതും കൂടെ കഴിച്ചു. നാളേക്ക് എന്താവോ എന്തോ അത് പഠിച്ചവനറിയാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് കഴിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നോക്കി ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ക്രിസ്മസ് രാത്രിയായിരുന്നു എൻ്റെ ഇന്നലത്തേത്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.